ജെറീക്കോയിലേക്ക് പോയ ഹതഭാഗ്യന്റെ തുണയായി അയാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വീഞ്ഞും എണ്ണയും പകർന്ന നല്ല സമറായക്കാരനെ പോലെ ജീവിതയാത്രയ്ക്കിടയിലെ വഴിയോരങ്ങളിലും വഴിയമ്പലങ്ങളിലും ചെറിയവർക്ക് കൂട്ടുനിന്ന് പുതുജീവനിലേക്ക് പാന്തു തെളിച്ച വല്യച്ഛൻ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന കർത്തൃകൽപ്പന ശിരസ്സായി ഏറ്റുവാങ്ങുകയായിരുന്നു. അത് തൻ്റെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വെളിച്ചം പകരേണ്ട ദർശനമായി ആ പിതാവ് പകർന്നു നൽകി. 1931 മാർച്ച് 19 ചെറുപുഷ്പ സഹോദര സംഘത്തിന്റെ ഔപചാരിക സ്ഥാപനം. ചെറുപുഷ്പ സഭ എന്താണോ അത് വല്യച്ഛന്റെ ചോരയും നീരുമാണ്. പുലരി മുതൽ അന്തി വരെയും, അന്തി മുതൽ പലപ്പോഴും രാവിന്റെ അന്തിയാമം വരെയും വിശ്രമരഹിതമായി അധ്വാനിച്ചാണ് അദ്ദേഹം അത് വളർത്തിയെടുത്തത്. 1931 വല്യച്ഛൻ രൂപം നൽകിയ ചെറുപുഷ്പ സഹോദര സമൂഹത്തിൽ 15 കൊല്ലങ്ങൾക്ക് ശേഷവും 15 അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ബ്രദേഴ്സിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് സഭയിലേക്ക് വൈദികാർത്ഥികളെ കൂടി പ്രവേശിപ്പിച്ച് സഭയുടെ പ്രവർത്തനങ്ങളെ വികസിപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട വല്യച്ഛൻ ആഗ്രഹിച്ചു. രൂപതയുടെ മെത്രാപ്പോലിത്തയായ മാർ കണ്ടത്തിൽ തിരുമേനിയുടെ അനുഗ്രഹാശിസുകളോടെ വൈദിക പരിശീലനം ചെറുപുഷ്പ സഭയിൽ ആരംഭിച്ചു. 1947 സെപ്റ്റംബർ 30 അതായത് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ സുവർണ ജൂബിലി ദിനത്തിൽ വല്യച്ഛനും ബ്രദർ മൈക്കിളും അരമനയിലെ പെറ്റി സെമിനാരിയിൽ പഠിച്ചിരുന്ന നമ്മുടെ വൈദിക വിദ്യാർത്ഥികളും കൂടി നിയമസംഹിത എഴുതിയ ബുക്ക് അംഗീകാരത്തിനായി വന്യ തിരുമേനിക്ക് സമർപ്പിച്ചു. 1947 ഒക്ടോബർ 8 നിയമസംഹിത അംഗീകരിച്ചു കിട്ടി. പുണ്യവതിയുടെ ജൂബിലി സ്മാരകമായി സിദ്ധിച്ച ഒരു നിധിയായി വല്യച്ഛൻ അത് സ്വീകരിച്ചു. വല്യച്ഛന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് സഭയുടെ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ആലുവ മേജർ സെമിനാരി. 1959 നിർമ്മാണം ആരംഭിച്ച സെമിനാരി 1961 ആഗസ്റ്റ് 12 മാർ ജോസഫ് പാറേക്കാട്ടിൽ തിരുമേനി ഉദ്ഘാടനം ചെയ്തപ്പോൾ സഭാ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാകും. തികഞ്ഞ വാഗ്മിയും അധ്യാപകനുമായിരുന്നു വല്യച്ഛൻ. അറിവ് പകർന്നു കൊടുക്കുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായി അച്ഛൻ കരുതിയിരുന്നു. സഭാസ്ഥാപനത്തിനു ശേഷം വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിലും വല്യച്ഛൻ തൻ്റെ അധ്യയന സിദ്ധി ക്രിയാത്മകമായി ഉപയോഗിച്ചു. താൻ വാർത്തെടുത്ത വൈദികർക്ക് മിഷൻ മേഖലകളിൽ കൂടുതൽ നന്മ ചെയ്യുവാനാകും എന്ന് വല്യച്ഛൻ കണ്ടെത്തി. ആയിരത്തി 1969 ഇതിനുള്ള കർമ്മ പദ്ധതികളുമായി വല്യച്ഛൻ മുന്നിട്ടിറങ്ങി. അച്ഛന്റെ പരിശ്രമ ഫലമായി 1670 സഭാംഗങ്ങളായ ഫാദർ നോർബർട്ട്, ഫാദർ ഫെലിക്സ്, ഫാദർ ബോനിഫസ് എന്നിവരെ ഭോപ്പാലിലേക്ക് അയക്കുവാൻ സാധിച്ചു. 1970 തന്റെ 80-ാം വയസ്സിന്റെ തളർച്ചകളെ അവഗണിച്ച് വല്യച്ഛൻ ഫാദർ സെറാഫിൻ പറമ്പിയുമൊത്ത് അജ്മീറിലേക്ക് പുറപ്പെട്ടു. ഈ പ്രയത്നങ്ങളുടെ ഫലമായി പല മിഷൻ മേഖലകളിലും CST സഭ ചുവടുറപ്പിച്ചു. ഗ്രാമോദ്ധാരണം എന്ന തന്റെ സ്വപ്ന ദൗത്യം തന്റെ സഭാംഗങ്ങൾ വഴി കേരളത്തിന് പുറത്തും വിജയകരമായി നടത്തുവാൻ വല്യച്ഛന് സാധിച്ചു.
വല്യച്ഛൻ തന്റെ ജീവിത സായാഹ്നം തൃക്കാക്കരയിലാണ് ചിലവഴിച്ചത്. മൂക്കന്നൂർ വികാരിയായി സേവനം ആരംഭിച്ച കാലം മുതൽ ഒരു നിഴൽ എന്ന വണ്ണം വല്യച്ഛന്റെ ഒരു സന്തത സഹചാരിയായിരുന്നു കുടലിലെ കുരുക്കളെന്ന രോഗം. അതികഠിനമായ രോഗവേളയിലും ആരോടും പരിഭവം പറയാതെ വിശുദ്ധ കൊച്ചുറാണിയെ പോലെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി വല്യച്ഛൻ തന്റെ സഹനത്തെ കാഴ്ചവെച്ചു. വൈദികനായിരിക്കെ കൂദാശാനുഷ്ഠാനത്തിലൂടെ ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധം ജീവിത സായാഹ്നത്തിലെ സഹനത്തിലും വല്യച്ഛൻ തുടർന്നു. പ്രകൃതിയും മനുഷ്യനുമായുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നും ഉടലെടുക്കുന്ന സ്നേഹവും കരുതലും തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പോലും വല്യച്ഛൻ തുടർന്നു. പ്രകൃതിയിലൂടെ ദൈവത്തെ ദർശിച്ച ദാർശനികൻ, മണ്ണിന്റെ മണമറിഞ്ഞ കർഷകൻ, അജഗണങ്ങളെ ആത്മീയ പാതയിലൂടെ നയിച്ച നല്ലിടയൻ, മൂക്കന്നൂർ ഗ്രാമത്തിന്റെ പ്രചാരകൻ, എല്ലാറ്റിനും ഉപരിയായി ഉറ്റവർക്കും ഉടയവർക്കും ഒരു നല്ല അയൽക്കാരൻ, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും ഒരു തിരയായി എറിഞ്ഞു തീരുവാനും നമ്മെ പഠിപ്പിച്ച വല്യച്ഛൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നില്ല, അസ്തമിക്കുന്നുമില്ല. നിത്യതയോളം തെളിഞ്ഞു നിൽക്കുവാനുള്ള നിയോഗവും പേറി നമ്മുടെ വല്യച്ഛൻ നമുക്ക് മുൻപേ നടക്കുന്നു, നമ്മിൽ ഒരുവനായി, ഒരു നല്ല അയൽക്കാരനായി. സ്നേഹപിതാവായ ദൈവമേ, ജൂബിലി നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ സെമിനാരിയെ അങ്ങയുടെ അരൂപിയാൽ നിറയ്ക്കണമേ. നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട ഞങ്ങളുടെ വല്യച്ഛനെയും മറ്റച്ഛന്മാരെയും സഹോദരന്മാരെയും സ്വർഗത്തിൽ മഹത്വീകരിക്കണമേ. സാധുക്കൾക്കും അശരണർക്കും സേവനമനുഷ്ഠിച്ച ഞങ്ങളുടെ വല്യച്ഛനെ അങ്ങ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാൻ തിരുമനസ്സാകണമേ. എല്ലായ്പ്പോഴും അങ്ങയുടെ തിരുഹിതം അറിയുവാനും അതിന് വിധേയരായി വളർന്നു വരുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലായ്പ്പോഴും അങ്ങയുടെ തിരുഹിതമനുസരിച്ച് പ്രവർത്തിച്ച വല്യച്ഛനെ പോലെ ഞങ്ങളും അങ്ങയുടെ ശിരത്തിന് കീഴ്വഴങ്ങുവാനും വല്യച്ഛൻ്റെ സ്വപ്നങ്ങളും ദർശനങ്ങളും പൂർത്തീകരിക്കുവാനും സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ പ്രിയമകളും ഞങ്ങളുടെ സഭയുടെ മധ്യസ്ഥയുമായ ചെറുപുഷ്പത്തെ പോലെ ചെറുമയിൽ ചെറിയവരെ ശുശ്രൂഷിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ വല്യച്ഛ, അങ്ങ് കാണിച്ചു തന്ന ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പാതയിലൂടെ ചെറുപുഷ്പ സഭയെ നയിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ വിശുദ്ധിയുടെ പ്രകാശം ഉൾക്കൊണ്ട അങ്ങയുടെ ചൈതന്യം എന്നുമെന്നും ഞങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങയെ നയിച്ച പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ ആവസിക്കട്ടെ. സദാ ദൈവഹിതത്തിന് വിധേയമായിരുന്ന അങ്ങയുടെ ജീവിത മാതൃക ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും നല്ല അയൽക്കാരനായിരിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത അങ്ങയുടെ ആഗ്രഹങ്ങളെയും ദർശനങ്ങളെയും ഞങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുവാൻ അങ്ങ് തന്നെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.
സന്യാസത്തിന്റെ ആദർശങ്ങളിലും പൗരോഹിത്യത്തിന്റെ വിശുദ്ധിയിലും എന്നും അങ്ങ് ഞങ്ങളുടെ സംരക്ഷകനായിരിക്കണമേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതായി ഞങ്ങളിലുള്ള കുറവുകളെയും തെറ്റുകളെയും പ്രതി ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കണമേ. അങ്ങേ സഭാധാനയരായ ഞങ്ങൾ എല്ലാവരും സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ എന്നുമെന്നും ഒന്നായിരിക്കുവാൻ അങ്ങിപ്പോൾ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിന്റെ സ്വർഗീയ പ്രഭ ഞങ്ങളിലേക്കും ചൊരിയണമേ. ഞങ്ങൾക്ക് മുൻപേ നടന്ന ഞങ്ങളുടെ വല്യച്ഛ അങ്ങയുടെ കാൽപ്പാടുകളെ സ്വർഗം വരെ പിന്തുടരുവാൻ എന്നും അങ്ങ് ഞങ്ങൾക്ക് വഴിവിളക്കായിരിക്കണമേ.